നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനുപേട്ട, നീ ബാഗൊന്നും എടുത്തില്ലേ? ഞാൻ വീട്ടിലേക്ക് വരാന്ന് കരുതിയല്ല അനുപേട്ടനോട് വരാൻ പറഞ്ഞത്. ആവണിമോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാനോർത്തു അനുപേട്ടൻ അവളെയും കൊണ്ടാ വന്നേന്ന്. അത് നീ പറഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാൻ അവളെ കൂടെ കൊണ്ടുവന്നേനെ. നീ അങ്ങോട്ട് വരുന്നെന്ന് കരുതിയാ ഞാൻ വന്നത്. ഇനിയിപ്പോ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം അനുപേട്ട. അർച്ചനയ്ക്ക് ഒരു കൂട്ടിനിവിടെ നിൽക്കണമെന്ന് അർച്ചന പറയുന്നു. നിക്കുന്നൊക്കെ കൊള്ളാം, വഴക്കിനും വക്കാണത്തിനൊന്നും പോകരുത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല അനുപേട്ട, അനുപേട്ട കേറാതെ പോവാണോ? ഏയ്, ഇനിയിപ്പോ കേറുന്നില്ല. ഞാൻ വേറൊരു ദിവസം മോളെ കൂട്ടി വരാം. ഇനിയിപ്പോ കേറിയാ പെട്ടെന്നൊന്നും പോകാൻ കഴിയില്ല. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പോട്ടെ. എടോ, തനിക്കിത് എന്തു പറ്റി? ഈയിടെയായിട്ട് ഭയങ്കര ദേഷ്യമാണല്ലോ. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഓരോ ദിവസം കഴിയും തോറും ഈ വീട്ടിലെ ആളുകളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ എങ്ങനെയാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പൊ എന്താ തന്റെ പ്രശ്നം? നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ തീർത്ത് വരുമ്പോ ഇവിടെയുള്ളവര് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സച്ചേട്ടാ. ഇവർക്കൊന്നും എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാത്ത? എടോ, താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. സച്ചേട്ടന് മാത്രം കാര്യം മനസ്സിലായിട്ട് എന്താ കാര്യം? ഇതൊക്കെ ആലോചിച്ചു കൂട്ടി താൻ വെറുതെ ടെൻഷൻ അടിക്കുക. കല്യാണമൊന്നും നടന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പ്രപ്പോസൽ സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. സ്നേഹ എന്റെ കൂടി അനിയത്തിയ. അവളുടെ കാര്യത്തില് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, ഞാൻ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ നടക്കില്ല എന്ന് തന്നെയാ. പക്ഷേ അത് പറയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രോപ്പർ റീസൺ എനിക്ക് വേണം. അത് കിട്ടുന്നതുവരെ ഞാനോ താനോ ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മുമ്പ് നമ്മൾ മുടക്കേണ്ട കല്യാണം മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മുടക്കും. പക്ഷേ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവണം. അതുവരെ താൻ ക്ഷമിക്ക്. ഞാനുണ്ടോ തൻ്റെ കൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.